നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന വലിയ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾ പ്ലാൻ ചെയ്തൊരു അവധിക്കാല യാത്രയോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്വർണ്ണാഭരണം വാങ്ങുന്നതോ ഒക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളോട് അവരുടെ ദുബായ് യാത്രകൾ റദ്ദാക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനായിരിക്കും? കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നാം, അല്ലേ? പക്ഷേ ഇതിനു പിന്നിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ വലിയൊരു സാമ്പത്തിക യാഥാർത്ഥ്യമുണ്ട്. ആദ്യമായി സാമ്പത്തിക രാജ്യസ്നേഹത്തിനായുള്ള ആ ഒരു വലിയ അഭ്യർത്ഥനയെക്കുറിച്ച് നമുക്ക് നോക്കാം. 2026 മെയ് 10 ഹൈദരാബാദിൽ നടന്ന ഒരു BJP റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു അസാധാരണമായ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ഇങ്ങനെയാണ്: രാജ്യസ്നേഹം എന്നത് അതിർത്തിയിലെ യുദ്ധക്കളത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലൂടെ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നതും രാജ്യത്തോടുള്ള കടമകൾ നിറവേറ്റുന്നതുമാണ് ഇതിനർത്ഥം. എത്ര ശക്തമായ വാക്കുകളാണല്ലേ! ഇന്നത്തെ ഈ വലിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് രാജ്യസ്നേഹം എന്ന സങ്കല്പത്തെ തന്നെ അദ്ദേഹം ഇവിടെ മാറ്റിമറിക്കുകയാണ്. അതായത്, രാജ്യസ്നേഹം എന്നത് വെറുമൊരു വാക്കല്ല, മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിലെ തീരുമാനങ്ങളിലൂടെ നമ്മൾ കാണിക്കേണ്ട ഒന്നാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം ജനങ്ങളോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്? സ്വർണവും ആഭരണങ്ങളും വാങ്ങുന്നത് ഒരു വർഷത്തേക്കെങ്കിലുമായി മാറ്റിവെക്കുക. അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കുക. കാർ പൂളിംഗും പബ്ലിക് മെട്രോയും പരമാവധി ഉപയോഗിക്കുക. പിന്നെ സാധ്യമാകുമ്പോഴെല്ലാം വർക്ക് ഫ്രം ഹോം തിരഞ്ഞെടുക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. അതുമാത്രമല്ല, രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ കർഷകരോടും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്രയും കൃത്യവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾ വരുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? ശരി, ഇനി നമ്മുടെ ഈ തിരഞ്ഞെടുപ്പുകൾ ഡോളറിനെ എങ്ങനെ ചോർത്തുന്നു എന്ന് നോക്കാം. നമ്മൾ വിദേശയാത്രകൾ ഒഴിവാക്കുന്നതും സ്വർണം വാങ്ങാതിരിക്കുന്നതുമൊക്കെ സർക്കാരിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്? ഇതറിയാൻ ആദ്യം നമ്മൾ എന്താണ് ഫോറക്സ് റിസർവ് എന്ന് മനസ്സിലാക്കണം. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു എമർജൻസി ഡോളർ സേവിങ്സ് അക്കൗണ്ടാണിത്. റിസർവ് ബാങ്കാണ് ഈ രാജ്യത്തിന്റെ ഡോളർ സമ്പാദ്യം മുഴുവൻ സൂക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പണം നൽകാനും അന്താരാഷ്ട്ര വ്യാപാരങ്ങൾ നടത്താനും നമ്മുടെ ദേശീയ കറൻസിയെ, അതായത് രൂപയെ പ്രതിരോധിക്കാനുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ പണമാണ്. വളരെ സിമ്പിളായൊരു കണക്കാണത്. നമ്മൾ ആഗോള വിപണിയിൽ നിന്ന് സ്വർണം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വിദേശത്തേക്ക് അവധിക്കാല യാത്രകൾ പോകുമ്പോഴോ നമ്മൾ യഥാർത്ഥത്തിൽ രൂപ നൽകി $ഡോളർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇന്ത്യയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഡോളറുകൾ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ആ എമർജൻസി ഫണ്ടിൽ നിന്ന് പണം ചോരുകയും തത്ഫലമായി രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്നു. ഇതൊരു വലിയ ചെയിൻ റിയാക്ഷനാണ്. ഇന്ത്യയുടെ ഈ വലിയൊരു ദൗർബല്യത്തെ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒന്നാണിത്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്ധന ആവശ്യങ്ങളുടെ 85% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. വെറും 15% മാത്രമാണ് നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത്, നമ്മുടെ രാജ്യത്തെ വെളിച്ചം കേടാതെ സൂക്ഷിക്കാനും വാഹനങ്ങൾ ഓടാനും വേണ്ടി തന്നെ നമ്മൾ ഓരോ ദിവസവും ഭീമമായ തോതിൽ ഡോളർ വിദേശത്തേക്ക് നൽകേണ്ടി വരുന്നു എന്നർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയെക്കൊണ്ട് ഇങ്ങനെയൊരു പ്രസംഗം നടത്താൻ പ്രേരിപ്പിച്ച ആ ഭയപ്പെടുത്തുന്ന സാമ്പത്തിക കണക്കുകളെക്കുറിച്ചാണ്. ഫോറക്സ് റിസർവിന്റെ വലിയ തകർച്ച. 728.49 ബില്യൺ ഡോളർ. 2026 ഫെബ്രുവരി അവസാനത്തിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എത്തി നിന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇതൊരു അടിസ്ഥാന കണക്കായി നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ, കാരണം ഇതിൽ നിന്നുള്ള വമ്പൻ വീഴ്ചയാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. എന്നാൽ മാർച്ച് 2026 ആകുമ്പോഴേക്കും നമ്മുടെ റിസർവ് 691.11 ബില്യനായി കുത്തനെ കുറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കൂ, വെറും 2 മാസം കൊണ്ട് ഏകദേശം 38 ബില്യൺ ഡോളറാണ് ഇടിഞ്ഞത്. ഇതിലേറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നോ? 2026 മെയ് 1 അവസാനിച്ച ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 7.79 ബില്യൺ ഡോളറിന്റെ കുറവുണ്ടായി. പോരാത്തതിന് വിദേശ നിക്ഷേപകർ ഏകദേശം 21 ബില്യൺ ഡോളറാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് വലിച്ചെടുത്തത്. ഇതിന്റെ ആ ഒരു പരിഭ്രാന്തിയിൽ ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സിൽ ഒറ്റയടിക്ക് 1000 പോയിന്റിന്റെ ഇടിവാണ് അന്നുണ്ടായത്. അത്രമാത്രം വേഗത്തിലായിരുന്നു ഈ തകർച്ച. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു വലിയ തകർച്ചയുണ്ടായത്? നമ്മുടെ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത വലിയ ചില ബാഹ്യശക്തികളാണ് ഇതിനു പിന്നിൽ.
പശ്ചിമേഷ്യൻ എണ്ണ വിതരണത്തെ താറുമാറാക്കുന്ന US-ഇറാൻ യുദ്ധം, ഡോളറിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന US ഫെഡറൽ റിസർവിന്റെ പോളിസികൾ, കൂടാതെ ആഗോളതലത്തിലുള്ള പണപ്പെരുപ്പവും വിതരണ ശൃംഖലയിലെ വലിയ തടസ്സങ്ങളും. ചുരുക്കത്തിൽ, ഈ വമ്പൻ അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കെതിരെയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെയെല്ലാം അനന്തരഫലമായി 2026 മെയ് 8-ന് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ 94.29 എന്ന ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തി. നമ്മുടെ കറൻസിയെ സംരക്ഷിക്കാൻ റിസർവ് ബാങ്ക് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അവർ തുടർച്ചയായി ഡോളറുകൾ വിറ്റഴിച്ച് രൂപയെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും ഈ ഭീമമായ ആഗോള സമ്മർദ്ദത്തിന് മുന്നിൽ നമ്മുടെ രൂപയ്ക്ക് ശരിക്കും പാടുപെടേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ വളരെ കൗതുകകരമായ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. സ്വർണത്തിലെ വലിയ വൈരുദ്ധ്യം. പുറത്ത് ജനങ്ങളോട് പറയുന്നതും അടച്ചിട്ട മുറികൾക്കുള്ളിൽ സെൻട്രൽ ബാങ്ക് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നാൽ, സാധാരണക്കാരായ നമ്മളോട് സ്വർണം വാങ്ങരുതെന്ന് നിർദ്ദേശിക്കുമ്പോൾ തന്നെ RBI തങ്ങളുടെ സ്വർണശേഖരം 880.52 മെട്രിക് ടണ്ണായി കുത്തിനെ ഉയർത്തിയെന്നതാണ്. അതായത് ഇന്ത്യയുടെ മൊത്തം ഫോറക്സ് റിസർവിൽ സ്വർണത്തിന്റെ പങ്കിപ്പോൾ 16.7% വർദ്ധിച്ചു. അതിൽ തന്നെ 2/3 ഭാഗവും അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്കുള്ളിലെ സുരക്ഷിതമായ നിലവറകളിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ. ഇതൊരു വല്ലാത്ത വൈരുദ്ധ്യമായി നിങ്ങൾക്ക് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന് വളരെ കൃത്യമായൊരു കാരണമുണ്ട്. സ്വകാര്യ വ്യക്തികളായ നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ അത് നേരിട്ട് വാണിജ്യ ഡോളർ ശേഖരത്തെയാണ് ചോർത്തുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ചാനലുകളിലൂടെ ഡോളർ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ RBI സ്വർണം വാങ്ങുന്നത് ഈ വാണിജ്യ ചാനലുകളെയൊക്കെ പൂർണ്ണമായി മറികടന്നുകൊണ്ടാണ്. അത് രാജ്യത്തിന്റെ പരമാധികാര ആസ്തികളെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. പൗരന്മാർ വാങ്ങുന്നതുപോലെയല്ല സെൻട്രൽ ബാങ്ക് വാങ്ങുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇതൊരു വലിയ മൈക്രോ ഇക്കണോമിക് തന്ത്രമാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ആ വലിയ ചോദ്യത്തിലേക്ക് വരികയാണ്. പൗരന്മാരുടെ ഈ സംയമനം യഥാർത്ഥത്തിൽ ഫലം കാണുമോ? ദുബായിലേക്കുള്ള ഒരു കുടുംബയാത്ര ഒഴിവാക്കുന്നതുവഴി ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ രക്ഷിക്കാൻ കഴിയുമോ? ഉത്തരം തീർച്ചയായും സാധിക്കുമെന്നാണ്. 140 കോടി വരുന്ന വലിയൊരു ജനസംഖ്യ അവരുടെ ആവശ്യങ്ങളിൽ വരുത്തുന്ന ചെറിയൊരു കുറവ് പോലും കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാൻ നമ്മളെ സഹായിക്കും. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. 1960കളിൽ വലിയൊരു ഫോറക്സ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ സർക്കാർ ജനങ്ങളോട് സ്വർണം സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നും ജനങ്ങൾ ഒത്തൊരുമിച്ച് ആ പ്രതിസന്ധിയെ നേരിട്ടു. ഇത്രയും വലിയൊരു രാജ്യത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന വളരെ ചെറിയ വ്യക്തിപരമായ ത്യാഗങ്ങൾക്ക് പോലും വലിയ സാമ്പത്തിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതാണ് പവർ ഓഫ് പോപ്പുലേഷൻ. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പെരുമാറ്റപരമായ മാറ്റങ്ങൾ, അതായത് സ്വർണം വാങ്ങാതിരിക്കുന്നതും യാത്രകൾ ഒഴിവാക്കുന്നതുമൊക്കെ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ ഫലം നൽകുകയുള്ളൂ. അത് പെട്ടെന്നുള്ള ചോർച്ചയുടെ വേഗത ഒന്ന് കുറയ്ക്കും എന്ന് മാത്രം. എന്നാൽ ദീർഘകാലത്തേക്ക് നമുക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കണമെങ്കിലോ കയറ്റുമതി വൈവിധ്യവൽക്കരിക്കുക, വലിയ തോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുക, പെട്രോളിയത്തെ മാത്രം ആശ്രയിക്കാതെ മറ്റു ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുക തുടങ്ങിയ വലിയ ഘടനാപരമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നേ മതിയാകൂ. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, 1 ബില്യണിലധികം ആളുകൾ ചെയ്യുന്ന ചെറിയ ത്യാഗങ്ങൾക്ക് ഇന്നത്തെ ഈ വലിയ ആഗോള പ്രതിസന്ധിയെ മറികടക്കാനാകുമോ? നിങ്ങളുടെ വളരെ വ്യക്തിപരമായ തീരുമാനങ്ങളും ഈ ആഗോള സാമ്പത്തിക സ്ഥിരതയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത തവണ നിങ്ങൾ വലിയൊരു പർച്ചേസ് നടത്തുമ്പോഴോ വിദേശയാത്ര പ്ലാൻ ചെയ്യുമ്പോഴോ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഏവർക്കും നന്ദി. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.